ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കനം തീരെ കുറയ്ക്കാതെ ഈ ഒരു കനത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് നേരം ഇതിൻ്റെ കറി ഒന്ന് കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 8 ചെറിയ വെളുത്തുള്ളി, ഒരു 8-10 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച വഴുതനങ്ങയുടെ വെള്ളം എല്ലാം കളഞ്ഞ ശേഷം നമുക്ക് ഓരോന്നും ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ മസാല നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മസാല നല്ലപോലെ 2 സൈഡും തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഓരോ വഴുതനങ്ങയും ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ റെഡിയായി. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ രീതിയിൽ ഒരു വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.